ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സാന്ത്വന പരിചരണത്തിനുള്ള ധനസമാഹാരത്തിനായി തപാൽ കവറുകളുടെ വിൽപ്പനയുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. തപാൽ കവറിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ നടത്തിയ വീലത്തോൺ വേറിട്ട കാഴ്ചയായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ദേശീയ ഗെയിംസിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുരക്ഷയ്ക്കായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല. ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസ് കുറ്റകരമായി മൌനം അവസാനിപ്പിക്കണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. സാന്ത്വന പരിചരണത്തിന് ധനസമാഹരണാർത്ഥം തപാൽ കവർ പുറത്തിറക്കി. പ്രചരണത്തിന് വീലത്തോണും. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ ഗെയിംസിന് മതിയായ സുരക്ഷാ തീരുമാനങ്ങൾ എടുത്തുകഴിഞ്ഞുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുരക്ഷയ്ക്കായുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വിഷയങ്ങളിലും പാർട്ടിയും ഗവൺമെന്റും ഒറ്റക്കെട്ടാണെന്നും പാർട്ടി ഏകോപന സമിതിയുടെ തീരുമാനപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങളെല്ലാം അവസാനിപ്പിച്ചുവെന്നും ചെന്നിത്തല പറഞ്ഞു. നാളത്തെ യോഗം മലബാർ മേഖലയിലെ മലബാർ സോണിലെ ഡിവൈഎസ്പിമാർ വരെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ്. അത് ക്രമസമാധാന നിലയെപ്പറ്റി വിലയിരുത്തുവാനും പിന്നെ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ള മാവോയിസ്റ്റ് പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഉള്ള വിലയിരുത്തൽ നടത്താനും വേണ്ടിയിട്ടാണ് യോഗം ചേരുന്നത്. നാഷണൽ ഗെയിംസിലെ സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആവശ്യത്തിനുള്ള പണം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സുരക്ഷാ നടപടികൾ ായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. നാഷണൽ ഗെയിംസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ നടപടികളും ഉണ്ടാകും. യാതൊരുവിധ അതിനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നാഷണൽ ഗെയിംസ് വരുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസിന്റെ കുറ്റകരമായ മൌനം അവസാനിപ്പിക്കണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വം പ്രതികരിക്കണമെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറഞ്ഞു. സുനന്ദ പുഷ്കറിന്റെ രണ്ടാമത്തെ ഭർത്താവായിരുന്ന മലയാളി സുജിത് മേനോന്റെ മരണത്തെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. ഡോക്ടർ ശശി തരൂരും ദേശീയ കോൺഗ്രസും കേരളത്തിലെ KPCCയും ഇക്കാര്യത്തിലുള്ള അവരുടെ കുറ്റകരമായ മൗനം ബന്ധിക്കണം, ആ കുറ്റകരമായ മൗനം അവസാനിപ്പിക്കണം എന്നത് ആവശ്യപ്പെടുകയാണ്. ഞാനിത് ശശി തരൂർ ഇപ്പം നടന്ന സുനന്ദ സംഭവത്തിൽ ഞാൻ വിധികർത്താവൊന്നുമല്ല. സാഹചര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അന്വേഷണം സംവിധാനം അത് തന്നെയാണ് ചെയ്യുന്നത്. അന്വേഷണ സംവിധാനം പേരൊന്നും ചേർത്തില്ല. പക്ഷേ ഈ സുജിത് മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളി എങ്ങനെയാണ്, സാധാരണ മരണമാണോ അല്ല, എങ്ങനെയാണ് ആ കാര്യങ്ങളെ കുറിച്ചുകൂടി ഇതിൽ അന്വേഷിച്ചിട്ട് പരിധിയിൽപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്നുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കൂടി ഞാൻ BJPയുടെ അതുമായിട്ട് ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ആ ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്. യൂത്ത് പാലിയേറ്റീവ് കെയർ രാജ്യാന്തര സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ വീലത്തോൺ റാലി നടന്നു. മാനാഞ്ചിറ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പാലിയേറ്റീവ് പ്രവർത്തകൻ കുഞ്ഞി മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി നഗരം ചുറ്റി പുതിയ റെയിൽ സമാപിച്ചു. ജനുവരി 17 നടക്കുന്ന യൂത്ത് ഇൻ പാലിയേറ്റീവ് കെയർ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായി വീലത്തോൺ 2015 സംഘടിപ്പിച്ചു. സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയറും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച വീലത്തോൺ പാലിയേറ്റീവ് പ്രവർത്തകൻ കുഞ്ഞി മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നമുക്കിടയിൽ ജീവിക്കുന്ന ചലനശേഷി നഷ്ടമായവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുക, അവഗണിക്കപ്പെടുന്ന അവരുടെ സാന്നിധ്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുക, സമൂഹത്തിൽ അവരുടെ ഇടം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് വീലത്തോൺ ഉയർത്തുന്നത്.
ഒപ്പം ദീർഘകാല രോഗി പരിചരണത്തിൽ പാലിയേറ്റീവ് കെയറിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. വീലത്തോൺ റാലി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നും തുടങ്ങി മാവൂർ റോഡിലൂടെ പുതിയ റെയിൽ അവസാനിച്ചു. വീലെടുത്തോൺ 2015 ഭാഗമായി തപാൽ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക ഇനം കവറുകൾ പരിപാടിയിൽ പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. SSP കാലിക്കറ്റ് ഡിവിഷൻ IPS P. ജയേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ പാലേരി അധ്യക്ഷം വഹിച്ചു. വീലത്തോൺ ഓർഗനൈസർ അശ്വിൻ രമേശ്, PPCS വൈസ് പ്രസിഡന്റ് ജോസ് പുലിമുട്ടിൽ, സീനിയർ പോസ്റ്റ് മാസ്റ്റർ VK കുഞ്ഞിരാമൻ, അളകനന്ദ, റംഷീദ് എന്നിവർ സംസാരിച്ചു. പ്രകാശനം ചെയ്ത പ്രത്യേക ഇനം കവറുകൾ വീൽ ചെയറിലൂടെയാണ് കൊണ്ടുപോയത്. തപാൽ കവറുകളുടെ വിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും പാലിയേറ്റീവ് പരിചരണത്തിനായി വിനിയോഗിക്കും. സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയറിന്റെ വോളണ്ടിയർമാർ വിവിധ കോളേജുകളിൽ നിന്ന് ശേഖരിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ വീലത്തോണിൽ ഉപയോഗിച്ചത്. വീൽ ചെയറുകൾ പിന്നീട് രോഗികൾക്ക് കൈമാറും. മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഡോർമിറ്ററി കെട്ടിട നിർമ്മാണോദ്ഘാടനം നടന്നു. A. പ്രദീപ് കുമാർ MLA നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഡോർമിറ്ററി കെട്ടിട നിർമ്മാണോദ്ഘാടനം A. പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. ദുഃഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് നമ്മുടെ പോലുള്ള ഒരു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈയൊരു അന്തരീക്ഷം ഉണ്ടാകുക എന്ന് പറഞ്ഞ ഒട്ടും അഭികാമ്യമല്ല എന്നെപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു പ്രധാന പരിഗണനയായിട്ട് ഈ ആവശ്യം വന്നത്. ഡോർമെറ്ററി രീതിയാണ്. അപ്പോൾ ഡബിൾ ഡെക്കർ ബെഡായിരിക്കും. ഓരോരുത്തർക്കും അവരുടെ എന്തെങ്കിലും ബാഗോ സാധനങ്ങളോ ഒക്കെ വെക്കാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഡോക്ടർ കൊടുക്കുന്ന കടലാസൊക്കെ കൂട്ടി വെക്കാനുള്ള ലോക്കർ സിസ്റ്റം. രോഗികളുടെ കൂടെയുള്ളവർക്ക് രാത്രികാലങ്ങളിൽ കാത്തിരിക്കാനോ താമസിക്കാനോ നിലവിൽ സൌകര്യമില്ല. ഇതിനായാണ് 200ഓളം പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയും വിധം ഡോർമെറ്ററി നിർമ്മിക്കുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. A. പ്രദീപ് കുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.6 കോടി രൂപ ചിലവിട്ടാണ് 3 നില കെട്ടിടം ഉയരുക. കഫറ്റീരിയ, സ്റ്റേഷനറി ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ് എന്നിവയ്ക്കുള്ള സൌകര്യവും കെട്ടിടത്തിലുണ്ടാകും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല മുഖ്യാതിഥിയെ പങ്കെടുത്തു. കൌൺസിലർമാരായ M. മോഹനൻ, VM സോമൻ, മീര ദർശക്, PWD ബിൽഡിംഗ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ B. ബാലകൃഷ്ണൻ, IMCH സൂപ്രണ്ട് ഡോക്ടർ മോഹൻകുമാർ MK, ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന PV ശങ്കരനാരായണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഏറ്റുവാങ്ങി. കേശവമേനോൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാര ചടങ്ങും MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങളിൽ ഭൂരിപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ജനാധിപത്യമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പ്രമുഖ കോൺഗ്രസ് നേതാവും MLA, മേയർ, ANTUC അഖിലേന്ത്യാ നേതാവ്, അഭിഭാഷകൻ എന്നീ മേഖലകളിലും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്ന PV ശങ്കരനാരായണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള ആളുകൾക്ക് ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ യോജിച്ച്, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. തൊഴിൽ മേഖലയിൽ സംഘടിതമായ മുന്നേറ്റത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു ശങ്കരനാരായണൻ. മലബാറിലും കേരളത്തിലും ഉള്ള മൊത്തം തൊഴിലാളികളുടെ അവകാശത്തിനു വേണ്ടി പോരാടാൻ നേതൃത്വം വഹിച്ച അദ്ദേഹം വളരെ സത്യസന്ധമായ പ്രവർത്തനമാണ് രാഷ്ട്രീയത്തിൽ കാഴ്ചവെച്ചതെന്ന് ചെന്നിത്തല പറഞ്ഞു. KP കേശവമേനോൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമിയിൽ സമാധാന പ്രവർത്തനം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ശങ്കരനാരായണനായിരുന്നെന്നും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ ആകാംക്ഷയോടും കൌതുകത്തോടും കൂടിയാണ് താൻ വീക്ഷിച്ചതെന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന് കൂടെ ഒരേ വേദി പങ്കിട്ട് അതിനെ വിലയിരുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പ്രതിപക്ഷത്തിന് വിലയിരുത്തിയ ആളാണ്. ഇപ്പോൾ ഞാൻ വിലയിരുത്തുന്നത് ഒരു സഹപ്രവർത്തകനായിട്ടാണ്. ഞാനൊരു കാര്യം ഇവിടെ പറയുന്നത് ആരെയും വിമർശിക്കാനുമല്ല, ആരെയും പകർത്താനുമല്ല. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ രമേശ് ചെന്നിത്തലയെ പൊന്നാട അണിയിച്ചു.
PV ശങ്കരനാരായണൻ അനുസ്മരണ സമിതി ചെയർമാൻ PV ഗംഗാധരൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് M രാജൻ, പ്രദീപ് കുമാർ MLA, PK ഗോപാലൻ, ഡോക്ടർ K മൊയ്തു, T ദാസൻ, KG പങ്കജാക്ഷൻ, MK ബീരാൻ, U പോക്കർ, N ശശിധരൻ എന്നിവർ പങ്കെടുത്തു. പൂളാടിക്കുന്ന് വെങ്ങളം ബൈപ്പാസിൽ തലക്കുളത്തൂരിൽ ഒരു എൻട്രൻസ് കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പൂളയിൽ പ്രേമ ധർണ ഉദ്ഘാടനം ചെയ്തു. പൂളാടിക്കുന്ന് വെങ്ങളം ബൈപ്പാസിൽ തലക്കുളത്തൂരിൽ ഒരു എൻട്രൻസ് കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പൂളയിൽ പ്രേമ ധർണ ഉദ്ഘാടനം ചെയ്തു. 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട തലക്കുളത്തൂർ പഞ്ചായത്തിൽ ബൈപ്പാസ് റോഡിൽ 2 പാലങ്ങളാണുള്ളത്. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന നിർദ്ദിഷ്ട ബൈപ്പാസിൽ ഏറ്റവും തെക്കേ അറ്റത്ത് ഒരു എൻട്രൻസ് മാത്രമാണ് അനുവദിക്കപ്പെട്ടത്. എന്നാൽ ജനസാന്ദ്രതയേറിയ പഞ്ചായത്തിന്റെ വടക്കേ അറ്റത്തുള്ള പാലത്തിന് സമീപം ഒരു എൻട്രൻസ് കൂടി അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ധന നഷ്ടം കൂടാതെ ബൈപ്പാസിന്റെ സൌകര്യം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെങ്കിൽ തലക്കുളത്തൂർ പഞ്ചായത്തിൽ ഒരു എൻട്രൻസ് കൂടി അനുവദിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്ന് തലക്കുളത്തൂർ പുളിക്കുൽ ജനകീയ സമിതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. KP അനിൽകുമാർ ധർണയിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പൂളയിൽ പ്രേമ ധർണ ഉദ്ഘാടനം ചെയ്തു. KC അബു മുഖ്യപ്രഭാഷണം നടത്തി. KP അനിൽകുമാർ ധർണയിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, KT പ്രമോദ്, PK സത്യൻ മാസ്റ്റർ, PK സന്തോഷ്, അഡ്വക്കേറ്റ് T പത്മനാഭൻ, KK വിശ്വൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിലൊരു ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന് ഇനി 10 പ്രത്യേകതകളുണ്ട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് ടൺ ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യ പട്ടിന് ഇനി 10ൽ 10 പൊരുത്തം. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ, മെത്തകൾ, സ്പ്രിംഗ് മെത്തകൾ, റബ്കോ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പുകൾ, PU ചെരുപ്പുകൾ, വിർജിൻ കോക്കനട്ട് ഓയിൽ, കരകൌശല വസ്തുക്കൾ, റബ്കോ ഉൽപ്പന്നങ്ങൾ കൂടാതെ ദിനേശ്, റെഡ്കോ, മൃഗനയനി എന്നിവയുടെ ഉൽപ്പന്നങ്ങളും. റബ്കോ ഉൽപ്പന്നങ്ങൾക്ക് 40% കിഴിവ്. മേള 2015 ജനുവരി 11 വരെ. റബ്കോ ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം. റബ്കോ ട്രേഡ് ഫെയർ 2014 കോഴിക്കോട് കോൺട്രസ് ഗ്രൗണ്ടിൽ. പ്രവേശനം സൗജന്യം. വാർത്തകൾ തുടരുന്നു. സർവീസിലിരുന്ന് ചെയ്ത സേവനത്തിന്റെ പ്രതിഫലമാണ് പെൻഷൻ. ഈ പെൻഷൻ അനുവദിക്കപ്പെടുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക പ്രശ്നമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷന്റെ 2ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നഗരസഭയിൽ നിന്ന് വിരമിച്ച പെൻഷൻകാരുടെ ഏക സംഘടനയായ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷന്റെ 2ാം സംസ്ഥാന സമ്മേളനം ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരുന്ന് ചെയ്ത സേവനത്തിന്റെ പ്രതിഫലമാണ് പെൻഷൻ. ഈ പെൻഷൻ സംരക്ഷിക്കപ്പെടുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക പ്രശ്നമെന്നും ഈ അവസ്ഥ അതീവ ഗുരുതരമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺട്രിബ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുന്നതിനെതിരെ കേരളത്തിലെ ജീവനക്കാർ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ കാരണം മിക്കവരും സമരത്തിൽ നിന്നും പിന്മാറി. ഇത് സമരത്തെ വേണ്ട രീതിയിൽ വിജയിപ്പിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പെൻഷൻ നിർണ്ണയിക്കപ്പെട്ടു വരുന്നത്. നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പെൻഷൻ സംരക്ഷിക്കപ്പെടുമോ എന്നതാണ്. പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും എത്ര കാലം പെൻഷൻ ലഭിക്കും? ഈ സ്ഥിതി അതീവ ഗൗരവമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി ഊന്നൽ നൽകേണ്ടത് പെൻഷൻ സംരക്ഷണത്തിൽ തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. ജനറൽ കൺവീനർ KK ഭാസ്കരൻ, V സുരേഷ് കുമാർ, B ശശികുമാർ, VR വിജയകുമാർ, A അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട വാടക ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി കിട്ടുന്നതിനു വേണ്ടി കെട്ടിട ഉടമകൾ കലക്ട്രേറ്റ് ധർണ നടത്തി. അഡ്വക്കേറ്റ് PTA റഹീം MLA ധർണ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട വാടക ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി കിട്ടുന്നതിനു വേണ്ടി കെട്ടിട ഉടമകൾ കലക്ട്രേറ്റ് ധർണ നടത്തി. അഡ്വക്കേറ്റ് PTA റഹീം MLA ധർണ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട ഉടമകളുടെയും വാടകക്കാരന്റെയും അവകാശങ്ങൾ ഒരു പരിധിവരെ സംരക്ഷിക്കപ്പെടുന്നതാണ് നിർദ്ദിഷ്ട വാടക ബില്ല്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വകുപ്പ് മന്ത്രിയും കെട്ടിട ഉടമകളുടെയും വാടകക്കാരുടെയും സംഘടനാ നേതൃത്വങ്ങൾ തമ്മിൽ പലതവണ ചർച്ച നടത്തി അഭിപ്രായ വ്യത്യാസം എല്ലാം പരിഹരിച്ച് ഈ ഡിസംബറിലെ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ
ഇതുവരെ നടപടികളൊന്നും കൈക്കൊണ്ടില്ല. ബഹുജനങ്ങൾക്ക് മൊത്തത്തിൽ ബാധിക്കുന്ന അശാസ്ത്രീയമായ നികുതി പരിഷ്കരണങ്ങളും മറ്റു തരത്തിലുള്ള വിവിധ തരം നികുതികളും ഉടമകളെ ദ്രോഹിച്ചുകൊണ്ട് നിലവിൽ വന്നു കഴിഞ്ഞു. ഇതിനെല്ലാം പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് കളക്ടറേറ്റ് ധർണ നടന്നത്. തയ്യിൽ ഹംസ അധ്യക്ഷം വഹിച്ചു. CP അബൂബക്കർ, ഇല്യാസ് വടക്കൻ, ഹമീദാജി, P ചെക്കുട്ടി, P ചന്ദ്രൻ, ജോൺ കൂവപ്പാറ, സത്താർ കൊളക്കാടൻ, PK ഫൈസൽ, സുഹൈൽ പുതുപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ കാലത്ത് കേൾക്കാനും പാടാനും തോന്നുന്ന പാട്ടുകൾ ഉണ്ടാവുന്നില്ലെന്ന് ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ. റീമിക്സ് ഗാനങ്ങൾ പഴയ ഗാനങ്ങളെ നശിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണിമേനോൻ. നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളില്ല എന്ന് തോന്നിയില്ല. കേൾക്കാനും അത് പാടാനും നമുക്ക് തോന്നണമല്ലോ. അങ്ങനത്തെ ഗാനങ്ങളുടെ കുറവ് വളരെ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഗാനങ്ങൾ. കേൾക്കുക മറക്കുക എന്നുള്ളൊരു ഗാനങ്ങളാണ് അധികം കേൾക്കുന്നത്. 99% ഗാനങ്ങൾ അതുമാതിരി തോന്നുന്നത്. അപ്പൊ അതിനേക്കാളും നല്ലൊരു വേർഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ അതിനെ നശിപ്പിക്കാതിരിക്കുകയാണ് നല്ലതാണ് എന്റെ അഭിപ്രായം, എന്റെ സിൻസിയറായിട്ടുള്ള അഭിപ്രായം. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി K ബാലനാരായണൻ, വൈസ് പ്രസിഡന്റ് NP പ്രശാന്ത്, ഗായകൻ സുനിൽകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. വിരുന്നൊരുക്കിയും സദ്യ തയ്യാറാക്കിയുമുള്ള പരിചയത്തിന്റെ മികവിൽ പായസമേളയൊരുക്കി മത്സരിക്കുകയാണ് കൊയിലാണ്ടി നടുവത്തൂരിലെ ഒരു പറ്റം വനിതകൾ. പതിവ് ചേരുവകളിൽ നിന്നും മാറി ചേനയും ഈന്തുമൊക്കെ ഉപയോഗിച്ചായിരുന്നു പായസ നിർമ്മാണം. പായസങ്ങളിൽ രുചിഭേദമൊരുക്കി വളയിട്ട കൈകൾ ശ്രദ്ധേയമായി. കൊയിലാണ്ടി നടുവത്തൂർ സ്വാതി കലാകേന്ദ്രമാണ് പായസ പാചകമേള സംഘടിപ്പിച്ചത്. കുടുംബശ്രീ അംഗങ്ങളാണ് മത്സര പരിപാടിയിൽ പങ്കെടുത്തത്. 10 കുടുംബശ്രീകളിൽ നിന്നായി 4 പേർ വീതം 40 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഈന്ത്, ചക്ക, ചക്കക്കുരു, ചേന, കടല, മമ്പയർ, കുമ്പളം, ചെറുപയർ പരിപ്പ് എന്നിവ കൊണ്ടെല്ലാം പായസം നിർമ്മിച്ചു. ചെറുപയർ പരിപ്പ് കൊണ്ട് നിർമ്മിച്ച പ്രഥമനാണ് 1ാം സ്ഥാനത്തിന് അർഹത നേടിയതെങ്കിലും ഈന്തും ചേനയും പപ്പായയുടെയും പായസങ്ങൾ പാചകം കണ്ടു നിന്നവരിലും രുചിച്ചു നോക്കിയവരിലും കൗതുകമുണർത്തി. സാമ്പാറിനും കാളനും കൂട്ടുകറിക്കും ഇലശ്ശേരിക്കും അവിയലിനും രുചി പകരുന്ന ചേന ഉപയോഗിച്ച് നിർമ്മിച്ച പായസം മേളയിൽ വ്യത്യസ്തമായി. വേവിച്ച ചേന ഉടച്ചു കലക്കി വീണ്ടും വേവിച്ച് ശർക്കരയും തേങ്ങാപ്പാലും അധിക രുചിക്കായി ഏലക്കായും ജീരകം, നെയ്യ്, പരിപ്പ് എന്നിവ ചേർത്താണ് പായസം ഒരുക്കിയത്. കാബൂളി കടലയും ഈന്തും ഉപയോഗിച്ച് നിർമ്മിച്ച പായസത്തിലും തേങ്ങാപ്പാലും ശർക്കരയും രുചിക്കൂട്ടുമെല്ലാം പ്രധാന ഘടകമായി മാറി. ഇത്തരം മത്സരത്തിൽ പങ്കെടുക്കുവാൻ പലർക്കും അവസരം ലഭിക്കാറില്ല. ഇത് പുത്തൻ അനുഭവമായിരുന്നുവെന്ന് ഇവർ പറയുന്നു. വീട്ടിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സദ്യക്ക് ഒരുക്കുക എന്നല്ലാണ്ട് അതിൽ കൂടുതൽ ഒരു മത്സരത്തിന് ഞങ്ങളെ പായസം ഇതുവരെ ആരും പങ്കെടുപ്പിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് സ്വാതി കലാകേന്ദ്രം ഇതിനായിട്ട് ഞങ്ങൾക്കൊരു അവസരം തന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ടേബിൾ മേലെ വെച്ച് നിരത്തി വെച്ച് എല്ലാം പൊടിച്ചു കൊണ്ടുവന്ന് എല്ലാം ജഡ്ജസ് വന്ന് നോക്കി. അപ്പം ഞാൻ ഇവിടെ വെച്ച് തന്നെ അവരെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിരുന്നിനും സദ്യയ്ക്കും പാചകം ചെയ്യുന്ന വരുന്ന വീട്ടമ്മമാർക്ക് പ്രോത്സാഹനമായാണ് പാചകമേള സംഘടിപ്പിച്ചത്. 9ഓളം പായസങ്ങളാണ് പാചകം ചെയ്തത്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ 2 മണിക്കൂർ സമയമെടുത്താണ് പായസ പാചകമേള ഒരുങ്ങിയത്. മത്സരമായതുകൊണ്ട് കൃത്യമായ മാർഗനിർദ്ദേശവും നൽകിയിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ട്രേറ്റ് പ്രവാസികളുടെ മാർച്ചും ധർണയും നടന്നു. PTA റഹീം MLA ധർണ ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സു കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ നൽകുക, വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികളോടുള്ള കേരള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, വിദേശത്ത് തൊഴിലെടുക്കുന്നവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, 60 വയസ്സ് വരെയുള്ളവരെ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുക, വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് നിയമസഹായം നൽകുക, സമഗ്ര പ്രവാസി നയം രൂപീകരിക്കുക, സാന്ത്വന പദ്ധതിയിൽ മരണാനന്തര സഹായത്തിനും ചികിത്സാ സഹായത്തിനും അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ പ്രവാസികൾക്കും ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് പ്രവാസികളുടെ ഉജ്ജ്വല മാർച്ചും ധർണയും നടന്നു. PTA റഹീം MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി മഞ്ഞക്കുളം നാരായണൻ അധ്യക്ഷം വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ, CK കൃഷ്ണദാസ്, ജില്ലാ ട്രഷറർ CV ഇക്ബാൽ, വിമല നാരായണൻ, KTK ഭാസ്കരൻ, K രാജൻ, M യഹിയ, K ഷറഫുദ്ദീൻ, M സുരേന്ദ്രൻ, VP മൊയ്തീൻ കോയ, MM ചന്ദ്രൻ, പ്രകാശൻ ചേരോത്ത്, സക്കീന, PV റഷീദ്, പരീദ് തുടങ്ങിയവർ സംസാരിച്ചു.
ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരെ ബാധിക്കുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏജന്റുമാർ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി സതീദേവി ധർണ ഉദ്ഘാടനം ചെയ്തു. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരെ ബാധിക്കുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏജന്റുമാർ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി സതീദേവി ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന 4% കമ്മീഷനും സംസ്ഥാന ഗവൺമെന്റ് നൽകിക്കൊണ്ടിരുന്ന 4% അലവൻസും വർഷത്തിൽ ലഭ്യമായിരുന്ന 1.25% ബോണസും സ്വീകരിച്ചുകൊണ്ടാണ് ഈ മഹത്തായിട്ടുള്ള ഉത്തരവാദിത്വം ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർ നിർവഹിച്ചത്. വർക്കിംഗ് വുമൺ സംസ്ഥാന കൺവീനർ CK ഹാജിറ അധ്യക്ഷയായി. VP കുഞ്ഞികൃഷ്ണൻ, അന്നമ്മ ജോസഫ്, VM പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തയിൽ ഒരിടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. വർഷം തോറും നടക്കാറുള്ള ചിദാനന്ദപുരി സ്വാമികളുടെ ധർമ്മപ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം. ജനുവരി 7 മുതൽ 13 വരെയാണ് മുതലക്കുളം മൈതാനിയിൽ ഭഗവത്ഗീതയിലെ 2ാം അധ്യായത്തെ അധികരിച്ച് പ്രഭാഷണം നടക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത അവന്റെ വിശേഷ ബുദ്ധിയാണെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് നടക്കുന്ന ധർമ്മപ്രഭാഷണ പരമ്പരയുടെ പ്രഥമ ദിനത്തിൽ ഭഗവത്ഗീത 2ാം അധ്യായത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അവബോധന സാമർഥ്യമുള്ളവൻ, അറിയാൻ ശേഷിയുള്ളവൻ, ഇതാണ് ഏറ്റവും വലിയ സവിശേഷത. നമ്മുടെ ജീവിതത്തിൽ ഈ ബുദ്ധിയെ വിനിയോഗിച്ച് പ്രവർത്തിച്ചാൽ അതിനനുസരിച്ച് ജീവിതഗതി രൂപപ്പെടും. കരുതലോടുകൂടി ജീവിച്ച് തള്ളേണ്ടതിനെ തള്ളുകയും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും വേണം. ഇത് നിഷേധിക്കാനാവാത്തതും ശാസ്ത്രീയമായ വസ്തുതയാണ്. സാധ്യതകളെ അപഗ്രഥിക്കാനും ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുമുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ പ്രധാന പങ്കുവഹിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുക്കലുകളാണ്. എന്തിനെ തെരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം രൂപപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈകിട്ട് 6 മുതൽ 8 വരെയാണ് മുതലക്കുളത്ത് പ്രഭാഷണ പരമ്പര നടന്നുവരുന്നത്. 13-ന് പരിപാടികൾ സമാപിക്കും. കൊളത്തൂർ അദ്വൈതാശ്രമം ഏർപ്പെടുത്തിയ വേദാന്തരത്നം പുരസ്കാരം ആർഷവിദ്യാ ഗുരുകുലം മഠാധിപതി ശ്രീമദ് ദയാനന്ദ സരസ്വതി സ്വാമികൾക്ക് അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിൽ വെച്ച് സമർപ്പിക്കും. വേദാന്ത ശാസ്ത്രാനുസരണം കേരളീയ സമൂഹത്തിൽ ധർമ്മശാസ്ത്ര പ്രചരണം ചെയ്യുന്ന ഒരു പണ്ഡിതന് വർഷം തോറും നൽകി വരുന്ന വേദാന്തരത്ന പുരസ്കാരം ഈ വർഷം മുതൽ ദേശീയതലത്തിൽ വേദാന്ത പ്രചരണം ചെയ്യുന്ന പണ്ഡിതനാണ് സമർപ്പിക്കുന്നത്. ജനുവരി 10-ന് ആർഷവിദ്യാ ഗുരുകുലത്തിൽ പോയി സമർപ്പിക്കുകയും അതിന്റെ ദൃശ്യാവിഷ്കാരം 12-ന് ധർമ്മപ്രഭാഷണ പരമ്പര വേദിയിൽ പ്രദർശിപ്പിക്കും. 50,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ധർമ്മപ്രഭാഷണ പരമ്പരയ്ക്ക് കൊളത്തൂർ വല്ലോറക്കാവ് ക്ഷേത്ര സമിതി അധ്യക്ഷൻ MK രജീന്ദ്രനാഥ്, കാര്യദർശി K രവിശങ്കർ എന്നിവർ നേതൃത്വം നൽകി. കാലിക്കറ്റ് അർബൻ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിന് തുടക്കം. എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. സഹകരണത്തിന്റെ പാതയിൽ കോഴിക്കോടിന് വെളിച്ചമായി നൂറ്റാണ്ടിന്റെ സാക്ഷിയായ കാലിക്കറ്റ് അർബൻ ബാങ്കിന്റെ 100ാം വാർഷികാഘോഷത്തിന് പ്രൌഢോജ്വല തുടക്കം. സഹകാരികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ ബാങ്ക് മെമ്പർ കൂടിയായ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ശതവാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, പിന്നീട് ഇടക്കാലത്ത് അതിന് ചില അപജയങ്ങളൊക്കെ സംഭവിച്ചുവെങ്കിലും അതിപ്രശസ്തമായ ഒരു സ്ഥാപനമായിട്ട് എവിടെയും എടുത്തു പറയാവുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയത് സാഹിത്യ പ്രവർത്തക സഹമസ്. കോഴിക്കോട്ടെ സാധാരണക്കാരുടെ ബാങ്കായ അർബൻ ബാങ്കിൽ അംഗമായതിൽ അഭിമാനിക്കുന്നതായി MT പറഞ്ഞു. നൂറുകണക്കിന് നിക്ഷേപകരും ഇടപാടുകാരും ചടങ്ങിനെത്തി. റെയിൽവേ സ്റ്റേഷനടുത്ത് കല്ലായി റോഡിൽ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്തായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സ്വാഗത സംഘം ചെയർമാനായ പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. MTക്ക് ബാങ്കിന്റെ ഉപഹാരം പ്രസിഡന്റ് AT അബ്ദുള്ള കോയ സമ്മാനിച്ചു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ K നാരായണൻ, കേരള അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയവർമ്മ, ജില്ലാ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, NC അബൂബക്കർ, CP ജില്ലാ സെക്രട്ടറി IB ശശാങ്കൻ, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K ലോഹിയ, NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, KP അബ്ദുള്ള കോയ, NE ബാലകൃഷ്ണൻ മാരാർ,
പി കിഷൻ ചന്ദ്, സി സത്യചന്ദ്രൻ, രമേഷ് പാലേരി, സി എൻ വിജയകൃഷ്ണൻ, പി ഗോപാലകൃഷ്ണൻ നായർ, കെ രാധാകൃഷ്ണൻ, എം ബാലകൃഷ്ണൻ, വി സത്യനാഥൻ, അഡ്വക്കേറ്റ് ഇ വിശ്വൻ, എം എ മെഹബൂബ്, സി കെ വിജയൻ, കെ പി അബ്ദുൾ റസാഖ്, കെ സേതുമാധവൻ, പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. 1915 ജൂൺ 6 പ്രവർത്തനം ആരംഭിച്ച ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സെമിനാർ പ്രദർശനം, സൊവനീർ, ശതാബ്ദി സ്മാരക നിർമ്മാണം തുടങ്ങിയ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാകും. കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രവർത്തക യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി മുരളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം എ ഖാദർ അധ്യക്ഷം വഹിച്ചു. ഒരു വിഭാഗം ജീവനക്കാരും അധ്യാപകരും ജനുവരി 22 പ്രഖ്യാപിച്ച പണിമുടക്കിനെ പിന്തുണയ്ക്കരുതെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി മുരളി പറഞ്ഞു. കേരള NGO അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്ന് ചാർജ് ഭാരവാഹി, അതോടൊപ്പം ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കേണ്ട ആളെന്നത്. മറ്റൊരാൾ ഈ ക്യാമ്പയിനിൽ കൂടി പങ്കെടുക്കേണ്ടത് നിങ്ങളുടെ ഈ ജില്ലയിൽ നിന്നും പ്രൊമോഷൻ നൽകി സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വന്ന പ്രയോജനം. അത് ഈ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു അംഗീകാരം. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം എ ഖാദർ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രവികുമാർ, സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി എൻ പി ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ സി രാജീവൻ, എം പ്രകാശൻ, എൻ സി സുനിൽകുമാർ, എം വാസന്തി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ, പി വിനയൻ, എൻ കെ അനിൽകുമാർ, ജോസഫ് തോമസ്, ഡി രവി, കെ മാധവൻ, കെ വിനോദ് കുമാർ, ടി ഹരിദാസൻ, പി പി രാജു, ശശികുമാർ കാവാട്ട്, പി അബ്ദുൾ മജീദ്, കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ജനുവരി 10 ശനിയാഴ്ച NIT കോഴിക്കോട് 10ാം ബിരുദദാന ചടങ്ങ് കൊണ്ടാടുകയാണ്. എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ വിഷയങ്ങളിൽ 2013-14 വർഷത്തിൽ വിവിധ ബിരുദങ്ങൾക്കും ബിരുദാനന്തര ബിരുദങ്ങൾക്കും അർഹരായ 1400ഓളം പേരാണ് ജനുവരി 10 വൈകിട്ട് 4 മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ബിരുദം ഏറ്റുവാങ്ങുകയെന്ന് NIT സാരഥികൾ പറഞ്ഞു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഫ്യൂഷൻ 2015 യുവ സംരംഭക സംഗമം സംഘടിപ്പിക്കുന്നു. ജനുവരി 24-25 തീയതികളിലായി കോഴിക്കോട് സൈബർ പാർക്കിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട യുവ സംരംഭകരാണ് പരിപാടിയിൽ പങ്കെടുക്കുകയെന്ന് യുവജനക്ഷേമ ബോർഡ് സാരഥികൾ പറഞ്ഞു. വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 11ാമത് സംസ്ഥാന കലോത്സവം ജനുവരി 9 മുതൽ 11 വരെ കോഴിക്കോട് വെച്ച് നടക്കും. രാമനാട്ടുകര നിവേദിത വിദ്യാപീഠാങ്കണത്തിൽ 10 സ്റ്റേജുകളിലായി നടക്കുന്ന കലോത്സവത്തിന് രാമനാട്ടം 2015 എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. 4000-ലധികം വിദ്യാർത്ഥിനികൾ 3 ദിവസങ്ങളിൽ നടക്കുന്ന വിവിധ കലാമത്സരങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 9 വൈകിട്ട് രാമനാട്ടുകര നിവേദിത വിദ്യാപീഠത്തിൽ കലോത്സവം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ മാസം 15-ാം തീയതി മുതൽ കോഴിക്കോട് നടക്കുന്നു. 10 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നും ദിവസേന 50,000 പേർക്ക് ഭക്ഷണം നൽകുമെന്നും സംഘാടകർ പറയുന്നുണ്ട്. ഏകദേശം 200 മെട്രിക് ടൺ മാലിന്യമാണ് ഈ കലോത്സവ നഗരിയിൽ 6 ദിവസം കൊണ്ട് ഉദ്ഭവിക്കാൻ പോകുന്നത്. ഇത് നിലവിൽ സംസ്കരിക്കാൻ ഒരു പദ്ധതിയുമില്ല. ഇത് ശാസ്ത്രീയവും സുസ്ഥിരവുമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി സീറോ വേസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അറിയിപ്പുകൾ. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 9 കോട്ടൂളി നേതാജി നഗറിലെ ഹോം ഓഫ് ലവിൽ നിലാവെളിച്ചം 2015 സംഘടിപ്പിക്കുന്നു. സൌജന്യ മരുന്ന് വിതരണം, ഭക്ഷണം, കലാപരിപാടികൾ, ഫയർ ഡാൻസ് എന്നിവ നടക്കും. ഏവർക്കും സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ഗെയിംസിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുരക്ഷയ്ക്കായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല. ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസ് കുറ്റകരമായി മൌനം അവസാനിപ്പിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. സാന്ത്വന പരിചരണത്തിന് ധനസമാഹരണാർത്ഥം തപാൽ കവർ പുറത്തിറക്കി. പ്രചരണത്തിന് വീലത്തോണു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.